ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ ഇച്ചിരി സുഖക്കുറവോടെ ഇരിക്കുന്നു കേട്ടോ. എനിക്ക് എന്നാന്നറിയത്തില്ല, പെട്ടെന്ന് എനിക്ക് ഇപ്പോൾ ഒരു കുറേ നാളുകളായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്നാ പറയുന്നത്, എനിക്ക് എന്താ പറയുക, ഇങ്ങനെ വിഷമമുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനെ പിടിച്ച് അലട്ടുക. എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ എൻ്റെ ആരും അല്ലല്ലോ, ഞാൻ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നതെന്നൊക്കെ. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ എത്രയാണല്ലോ ഹൃദയമുള്ളവർക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാവും. ഇന്നലെയാണ് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് സൂസം ചേച്ചിയോടെ പോയി ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയ. ചേട്ടായി പോകുമ്പം കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് ചേട്ടായി പോകുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണേ. ഒരു പ്രശ്നമില്ലാതെ സന്തോഷമായിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷേ എന്നാന്ന് എനിക്കറിയത്തില്ല, ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റതൊക്കെ. എന്നാന്ന് വെച്ചാൽ മഴയല്ലേ, ചേട്ടാക്കി 7:30 ആകുമ്പോഴത്തേനും പോയാൽ മതി. കറണ്ടും ഇല്ലായിരുന്നു. അന്നേരം പിന്നെ ഇച്ചിരി നേരം കൂടെ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് എണീറ്റ് വന്ന് എല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ ഞാൻ ഈ ഫോണിനകത്ത് ഇത് കണ്ടു കേട്ടോ. ഒരെണ്ണം ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത്, ഒരു മോൻ്റെ ഇത് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നു മാതാവേ, എനിക്കറിയത്തില്ല ഇത് എന്തുവാ ഈ ലോകം എന്നാന്നറിയോ. ഞാൻ ഈ പിള്ളേരുടെ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ കുഞ്ഞു പിള്ളേരുടെ ഫോട്ടോസോ കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ എന്നാ പറയുന്നത് തമ്മിൽ കൊടുത്തേക്കുന്ന ഇതൊക്കെ കണ്ട് ഞാൻ അപ്പോഴേ അത് ഓപ്പൺ ചെയ്ത് നോക്കും. എനിക്ക് ഭയങ്കര ഇതാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വീക്ക്നെസ് ആണ് പണ്ട് മുതലേ അതെ. അപ്പോൾ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ പയ്യൻ 2 പെൺകുഞ്ഞുങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിക്കൊണ്ടൊരു അതാണ് തമ്മനയിൽ. എന്നിട്ട് ഞാൻ അവളുടെ കാല് പിടിച്ചു, പക്ഷേ അവൾ കാമുകനൊപ്പം പോയി. അതായിരുന്നു ഇത് എഴുതിയിരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിപ്പോണ്ടല്ലോ, ആ ഈ ചെറുക്കൻ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ അപ്പണ്ട് പറഞ്ഞു, എനിക്ക് നേരത്തെ ഒരു അഫെയർ ഉണ്ടായിരുന്നു, എനിക്ക് അവനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചെറുപ്രായമല്ലേ, സാരമില്ല പോട്ടെ, അതൊന്നും നീ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിള്ളേരൊന്നും ഇല്ലാണ്ട് 2 വർഷം വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു. അപ്പോൾ ഇവളുടെ കാമുകൻ വേറെ പുറത്ത് എവിടെയും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേരൊന്നും ആകാതൊക്കെ ഇവള് ചിലപ്പോൾ ശ്രദ്ധിച്ച് ഇന്ന് ഒത്തിരി ഇതുണ്ടല്ലോ. എന്തായാലും ഇവള് 2 വർഷം കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഇവള് ആകെപ്പാടെ വയലൻ്റായി. ഇവനെ ഒരുമാതിരി ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ തുടങ്ങി. സ്വന്തം താലി കിട്ടിയോനെ. അത് കഴിഞ്ഞ് എന്നാ ചെയ്യാനാ, ഇവള് പ്രസവിച്ചു 2 പെൺകുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയാണ്, ആ മോനടുത്ത് അപ്പൻ മടി വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഇന്നലെ ഇട്ടിരുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുവാണ്, ഇത് എന്തൊരു പോക്കല്ലേ. എന്നിട്ട് അവൾ എന്നെ ചെയ്തു, ഈ കുഞ്ഞുങ്ങളെ 2നെയും ഉപേക്ഷിച്ചിട്ട് കാമുകൻ പുറത്തുനിന്ന് വന്നപ്പോൾ അവൻ്റെ പുറകെ പോയി. അപ്പോൾ എൻ്റെ കരയുന്ന പിള്ളേരുടെ മുഖവും അല്ല ഇവൾക്കിട്ട് അടിക്കാനോ അല്ല എനിക്കപ്പം മനസ്സിൽ തോന്നി. അവിടെ കാല് പിടിച്ച് കരഞ്ഞു പറയാം, നമ്മുടെ മക്കളെ ഇട്ടിട്ട് പോകരുതേന്ന്. കാല് പിടിച്ചവൻ പറഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞു, ഞാൻ വന്നപ്പോൾ ഇതുങ്ങളെ ഒന്നും കൊണ്ടുവരാതെ വന്നാൽ ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് പോയിന്ന്. അപ്പം വളർത്തും. ഇപ്പം 2.5 വർഷമോ 3 വർഷം കൊണ്ടായി. നല്ല സുന്ദരി കുഞ്ഞുങ്ങൾ, മാലാഹ കുഞ്ഞുങ്ങൾ കേട്ടോ. ദൈവമേ സത്യം. പക്ഷേ ഒരു പരിധിക്കപ്പുറം, ഒരു കുറേ കാലങ്ങൾക്കപ്പുറം അതും പെൺകുഞ്ഞുങ്ങളാണ്. നിൻ്റെ അമ്മയൊക്കെ വല്ലവരുടെയും കൂടെ പോയതല്ലേ, അല്ലെ നിൻ്റെ അമ്മ വേറൊരാളുടെ കൂടെ ചാടിപ്പോയതല്ലേ, അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെ ഒന്നാമത് ഒരു പെൺകുഞ്ഞാകുമ്പോഴത്തേനും ജീവിച്ച് ഈ ഭൂമിയിൽ പോകണമെങ്കിൽ ഒത്തിരിയും ഇതുണ്ടല്ലേ. പെൺകുഞ്ഞെല്ലാം ആൺകുഞ്ഞുങ്ങൾക്കും ഉണ്ട്. എന്നാലും ഞാൻ പറയണം, പെൺകുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ദൈവമേ, ആ അമ്മയുടെ ഒരു ഹൃദയം എന്നാന്ന് ഓർത്ത് വയ്ക്കുന്നു. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെയും സ്നേഹിച്ച് സംരക്ഷിച്ച ഭർത്താവിനെയും കണ്ടിട്ട് കാമുകൻ്റെ ഒപ്പം. പക്ഷേ അവളൊന്നും ചിന്തിക്കുന്നില്ല. എന്നാന്നറിയോ, ഒരു 10 ദിവസം കഴിയുമ്പോൾ അവിടെ ചെന്ന് 2 മക്കളും ഒക്കെ ആയി കഴിയുമ്പോൾ എത്രയാന്ന് പറഞ്ഞാൽ ഈ കാമുകൻ നല്ല രീതിയിൽ സംരക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അവൻ്റെ മനസ്സിൽ ഇവൾ ആരെ നോക്കിയാലും അപ്പോൾ അവൻ്റെ മനസ്സിൽ ഈ സംശയം വരത്തുള്ളൂ. കാരണം ഇത്രയും വർഷമായിട്ടും അവൾ ഒരുത്തിനെ കെട്ടി അവൻ്റെ മക്കളെയും പ്രസവിച്ചു, എന്നിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നു. അതിന് മുമ്പേ അവനെ കെട്ടുന്നതിന് മുമ്പേ എന്നെ സ്നേഹിച്ചു. ഇവള് വേറെ ഒരുത്തൻ്റെ കൂടെ പോകുകയല്ലെന്ന് എന്താന്നുള്ള ഇതിൽ എത്രയാന്ന് പറഞ്ഞാലും അവൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു ജീവിതം കിട്ടത്തില്ല. എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയാം കേട്ടോ, ഒരിക്കലും അവൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു ജീവിതം കിട്ടത്തില്ല. ശരിക്കും ഉണ്ടല്ലോ, ആ ചെറുക്കൻ എഴുതിയേക്കുന്ന ആ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന ആ ഒരു പാരഗ്രാഫ് ഫുള്ള് ഞാനൊന്ന് വായിച്ചു. എൻ്റെ പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത്രയും പാമ്പിടിച്ച് എന്ത് വലുത് കണ്ടിട്ടായി. ഈ ചെറുക്കനെക്കാട്ടി സ്വത്തുണ്ട്, മുതലുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെ 2 പൊന്നു ഉണക്കത്തെ മക്കളുണ്ട്. പിന്നെ എന്താ അതിലും വലുത്, ഇവനിൽ നിന്നും വ്യത്യാസമുള്ളത് കണ്ടിട്ടായിരിക്കും ആ പെൺകുട്ടി പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സമ്മതിക്കേണ്ട കാലമാണ്. അതിങ്ങനെ വായിച്ച് ഇതൊക്കെ കഴിഞ്ഞ് പുറകെയാണ്
നമ്മുടെ ഷീല സണ്ണിയുടെ ഇത് വരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്ത് ആ ചക്ക ഇങ്ങനെ പൊളിച്ചരിഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പം ഈ സമയം പോണ്ടേ, അപ്പം ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതായിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഷീല സണ്ണിയുടെ ചാലക്കുടിക്കാരി, എൻ്റെ ദൈവമേ 72 ദിവസമാണ് ജയിലിൽ കിടന്നത് ഒരു തെറ്റും ചെയ്യാതെ. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ അമ്മ എത്രമാത്രം ആ ജയിലിൽ കിടന്ന് ഓരോ നിമിഷങ്ങളിലും അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊക്കെ പോയി തീജ്വാലയെ കാട്ടി അത്രയും ഭയങ്കരമായിട്ട് പൊള്ളലും ഏക്കേണ്ടി വരും അല്ലേ, അത്രയും ഇത് ഏക്കേണ്ടി വരും ചെയ്തവർ. ആരാ? മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകനും കൂട്ടു നിന്നേക്കുക. എന്നാ മകൻ്റെ ഭാര്യയുടെ അനീതിയാണ് ചെയ്തേക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, വണ്ടിയെ തന്നെ കൊണ്ടുപോയി മയക്കുമരുന്നാന്നും പറഞ്ഞ് വെച്ച്, ഏതായാലും അതും ഒരു ദൈവത്തിൻ്റെ കളി. ഓർത്ത് നോക്കി, അവളെ പറ്റിച്ച് മയക്കുമരുന്നല്ലായിരുന്നു, ഒറിജിനൽ മയക്കുമരുന്നാണ്. ഇന്നും ആ സ്ത്രീ ഒരു തെറ്റും ചെയ്യാത്ത ആ സ്ത്രീ ഇന്നും ജയിലിൽ കിടന്നേനെ അല്ലേ. ഓർത്ത് നോക്കി, അപ്പോൾ ആ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടലേ, അവർ എത്ര നല്ലൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. കാര്യം അവർ 72 ദിവസം ജയിലിൽ കിടന്നു എങ്കിൽ പോലും ഞാൻ പറയാം, അവരുടെ ഉള്ളിൽ ആ ഒരു നന്മയുടെ ഒരു ഇതുള്ളത് കൊണ്ടല്ലേ അത് പിന്നെ ആഫ്രിക്കക്കാരോടെ കണ്ട് മേടിച്ചതാണ്. അപ്പോൾ അവർ ഇവളെ പറ്റിച്ചതായിരുന്നു, ഈ മരുമോടെ അനിയത്തിപ്പെണ്ണിനെ പറ്റിച്ചതായിരുന്നു. അതുകൊണ്ട് ഒറിജിനൽ അല്ലാഞ്ഞുകൊണ്ട്, അത് തന്നെയല്ല ഇവളെ വെച്ച് പിടിപ്പിച്ച് ഒറ്റി അങ്ങനെ എല്ലാത്തിനും ആ മകനും കൂടെ പങ്കുണ്ട്. സ്വന്തം പാടുപെട്ട് പെറ്റു വളർത്തിയ മകന് ഓരോ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, എൻ്റെ മകൻ ഒരു പാവമായിരുന്നു, നല്ല മോനായിരുന്നു. ഞങ്ങൾ ചാലക്കുടി ഒത്തിരി സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പറയും ഷീലയുടെ പുറകെ എപ്പോഴും ഷീലയുടെ കൂടെ ഒരുമിച്ച് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അങ്ങനെ കണ്ടിട്ടുള്ള ഒരു പൊന്നു മോനായിരുന്നല്ലോ, ഇതെന്താ പറ്റിയെന്ന്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നാ പറ്റുന്നതെന്ന് അറിയത്തില്ല അല്ലേ. അത് തന്നെയല്ലോ, ഒന്ന് ഓർത്ത് നോക്കി, എത്ര വൈരാഗ്യബുദ്ധി ഉണ്ടായിട്ടാ ഇങ്ങനെ ഒരു ദുഷ്ടപ്രവൃത്തിയിലൂടെ ആ സ്ത്രീയെ ജയിലിലിടാൻ നോക്കിയത്. അവളുടെയൊക്കെ മാനസിക നിലയൊന്ന് ഓർത്ത് നോക്കി, അവിടെയൊക്കെ ആ മനസ്സിൻ്റെ അകത്തെ എൻ്റെ പൊന്നു ദൈവമേ, ഇവക്കൊക്കെ എന്ത് കിട്ടിയാൽ മതിയാവും തരത്തില്ല അല്ലേ. നമ്മുടെ നാട്ടിലെ ശിക്ഷയൊന്നും പോരാണ്ടാവും ഇങ്ങനത്തെ ഓരോ പ്രവർത്തികൾക്ക്. സത്യം, ഒരാൾക്കെങ്കിലും നല്ല ഒരു രീതിയിലുള്ള ശിക്ഷ കിട്ടിയാൽ ഇങ്ങനൊന്നും നടക്കാതിരിക്കും. ശരിക്കും ഇങ്ങനെ എത്രയോ നിരപരാധികൾ ദുരിതം അനുഭവിക്കുന്നുണ്ടായിരിക്കും, ജയിലിൽ കിടക്കുന്നവർ കാണും അല്ലേ. ഒന്ന് ഓർത്ത് നോക്കി, ഇതെന്തോ ഒരു ഇതിനുകൊണ്ട് അത് 1-2 ദിവസമല്ലേ, 72 ദിവസം ജയിലിൽ കിടന്നു. എന്നിട്ട് ആ മകനോട് വല്ലതും പറയാനുണ്ടോ? മകൻ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമല്ലോ, എത്രയാണെങ്കിലും അവൻ എവിടെ പാത്ത് വിളിച്ചിരുന്നാലും കേൾക്കും. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അതാണ് അമ്മ പറഞ്ഞതെന്നറിയോ, എനിക്ക് അവനോട് ഇതൊന്നും ഇല്ല, വൈരാഗ്യം പടക്കമൊന്നുമില്ല, എൻ്റെ മോനല്ലേ, എൻ്റെ പൊന്നു മോനല്ലേന്ന്. ശരിക്കും അത് അറിയാണ്ട് ഞാനിരുന്ന് കരഞ്ഞോണ്ട് ആ വീഡിയോ ഫുള്ള് കണ്ടു തീർന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മുള്ളോട്ട് വിടുന്നതിനനുസരിച്ച് അവരുടെ കുറേ വീഡിയോസ് വന്നു, കുറേ ഇൻ്റർവ്യൂസൊക്കെ. എൻ്റെ ദൈവമേ, കണ്ടേ ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതായിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയല്ലേ അവരെ. ഒന്ന് ഓർത്ത് നോക്കി, എൻ്റെ പൊന്നെ, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് പാടുപെട്ട് വളർത്തി വലുതാക്കി ഈ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ സ്വന്തം അമ്മേനെ അപ്പനെയൊക്കെ ക്രൂശിക്കുന്നത്. ഇപ്പം അവന് അമ്മയുണ്ടോ, അപ്പനുണ്ടോ, ഭാര്യയുണ്ടോ, കുഞ്ഞുണ്ടോ, അവനെവിടെയോ ഒളിവിലാണെന്ന്. അവന് ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര ഇതാന്ന് പറഞ്ഞാലും, എത്ര പൊങ്ങി പറഞ്ഞാലും, എത്ര പൊങ്ങി ചാടിയാലും, എത്ര ദ്രോഹം ചെയ്താലും എല്ലാത്തിനും സമ്മാനം ദൈവം വെച്ചിട്ടുണ്ടല്ലേ. സത്യമല്ലേ എൻ്റെ പൊന്നെ. എനിക്ക് ആ വീഡിയോ ഇന്നലെ ഈ 2 വീഡിയോയാണ് ഇന്നലെ എനിക്ക് ശരിക്കും മനസ്സിന് ഇതായിപ്പോയത്. ഭയങ്കരമായിട്ട് BP എല്ലാം ലോ ആയി, ഭയങ്കര ആവശ്യം. എന്നിട്ട് പുളവൊക്കെ ഇട്ട് ഓടിച്ച് നോക്കി, ഞാൻ കുറേ സമയം കിടന്നു നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. ലാസ്റ്റ് ചേട്ടായി എങ്ങനെയൊക്കെയോ ഞാൻ ചേട്ടായി വരുന്നിടം വരെ അങ്ങ് ഒപ്പിച്ചേ. അതിനിടയ്ക്ക് 2 പ്രാവശ്യം ചേട്ടായി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വയ്യെന്ന് എനിക്ക് എന്തോ പറ്റുന്നില്ല ചേട്ടായി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഓട്ടോ പറഞ്ഞു വരാം, ഓട്ടോയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര മഴയില്ല, സന്ധ്യ വരെ മഴയില്ലായിരുന്നു, സന്ധ്യ കഴിഞ്ഞപ്പോൾ നല്ല മഴ. ഞാൻ പറഞ്ഞില്ല ചേട്ടായി ഞാൻ വരുന്നില്ല, കുഴപ്പമില്ല, നിങ്ങൾ ഇച്ചിരി നേരത്തെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് ചേട്ടായി വന്നു. ഞാൻ തന്നെ നോക്കുന്നതിനെക്കാട്ടി ഒന്നുകൂടി ചേട്ടായി BP നോക്കി. അപ്പം BP വീണ്ടും കുറവാണ്, അത്രയും ഉപ്പെല്ലാം കലക്കി കുടിച്ചിട്ടാന്ന് പറഞ്ഞു. പിന്നെയും ചേട്ടായി നാരങ്ങാവെള്ളം എല്ലാം ഇട്ട് തന്നു. വീണ്ടും രാത്രി ഞങ്ങൾ നാരങ്ങാവെള്ളം എല്ലാം കുടിച്ച് ഒന്ന് ഓക്കെ ആയിട്ട് കിടന്നു കേട്ടോ. അപ്പം എനിക്ക് രാത്രി എന്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ എന്നതാണോ എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ എന്നാ പറയുന്നത്, ഒരു സുഖവും ഇല്ല, എന്തൊക്കെയോ പല സ്വപ്നങ്ങൾ കാണുകയും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്ന് എനിക്ക് എന്ത് ചെയ്താൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു സൈഡ് ഫുള്ള് എനിക്ക് വേദനയാണേ.
ഒരു രക്ഷയില്ല. ഈ വലതുവശത്തിനാ വേദന. എനിക്കറിയത്തില്ല എന്നാന്ന്. എനിക്ക് എന്തെങ്കിലും മനസ്സിന് ടെൻഷൻ, ഈ നട്ടലിൻ്റെ പ്രശ്നമാണ് എനിക്കുള്ള ഒരു അസുഖം, നടുവിന് വേദന. പിന്നെ ഇച്ചിരി ഈ ഇസ്നോഫീലിയയുടെ പ്രശ്നമുണ്ട്. അല്ലാണ്ട് എനിക്ക് ഈ എല്ലാ ചെക്കപ്പും ചെയ്തിട്ടും എനിക്ക് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും മനസ്സിന് ടെൻഷൻ വന്നിട്ടുണ്ടെ അതിനിടയ്ക്ക് ഫോണ് നിന്നുപോയി കേട്ടോ. ഞാൻ ഓർത്ത് എനിക്ക് പറ്റിയ മാതിരി ഫോണിനും പറ്റിയോന്ന്. അതല്ല, 2-3 ദിവസത്തെ വീഡിയോയുടെ ഇതൊക്കെ ഇങ്ങനെ ഡിലീറ്റാക്കി കളയണം. നമ്മൾ ഐഫോണിനകത്താണേലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് ഡിലീറ്റാക്കി കളയണം. അതുകൊണ്ട് വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പായി പോയി, നിന്നുപോയി. ബാക്കിയുള്ളത് അത് റിമൂവ് ചെയ്ത് കളഞ്ഞാലേ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. ശരിക്കും തലയ്ക്കൊക്കെ ഇപ്പോഴും ഒരു മരപ്പ് കൊടുക്കും, ഒരു ഭയങ്കര ഒരവസ്ഥ. രാവിലെ എന്നാ പറയുന്നത്, രാത്രി എന്നിട്ട് എനിക്ക് കിടന്നിട്ട് തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ. ലാസ്റ്റ് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് എണീറ്റ് ഫോണൊന്നും എടുത്ത് നോക്കിയേ. ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേനും ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. എൻ്റെ ഉറക്കം ഒന്നുകൂടെ നശിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് എന്നതാണ് ഇതൊക്കെ കാണിക്കുന്നത് ഉണ്ടോ? നിങ്ങൾ കണ്ടില്ലല്ലേ? കാണിച്ചു തരാം. ഒരു ഒറ്റ ഉണ്ടോ, ഒരു വഴി സൈഡിൽ നിന്നതാണ് മനുഷ്യരെ. നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുണ്ടോ, ബസ് വരുവാണേ, ഉണ്ടോ? വഴി സൈഡിൽ ബസ് നോക്കിയൊക്കെ നിന്നവരെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോവുക ബസ്സുകാർ. നമുക്ക് എവിടെയാ സുരക്ഷിതത്വമുള്ള? വീടുകളിലും ഇല്ല, പുറത്തെവിടെയെങ്കിലും പോയാലും ഇല്ല. വീട്ടിലുള്ള ഇവരിൽ നിന്ന് സ്വസ്ഥതകേട്, പുറത്ത് പോയാൽ അവിടുന്ന് സ്വസ്ഥതകേട്, ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതം അല്ലേ ഈ ലോകം നശിച്ച്. എനിക്കറിയത്തില്ല. എന്നിട്ട് അവൻ ഡ്രൈവർ ഇറങ്ങി ഓടുന്നു, കുറേ 3-4 പേരെ ഇടിച്ച് തെറിപ്പിച്ച് എന്നിട്ട് ഇറങ്ങി ഓടുക. അതുങ്ങൾക്ക് എന്നാ പറ്റി കാണും എൻ്റെ പൊന്നെ. എന്നിട്ട് ചേട്ടായി കൊണ്ട് വെച്ചത് എന്ത് ഈ പാതിരാത്രി എഡിറ്റ് ഇത് കാണുന്നത്. അപ്പം ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. അപ്പം ചേട്ടാ എന്താ പറയുക, സിന്ധു TV-യിലാണെങ്കിൽ കേബിള് ചാർജ് ചെയ്യാതിരിക്കാൻ നോക്കാം. ഈ ഫോണിന് ഈ യൂട്യൂബും കൂടെ ഉള്ളതുകൊണ്ട് ഇതേ ഫോണെ പൈസ ചെയ്ത് തരാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നീ ഇങ്ങനത്തെ ഈ കാഴ്ചകൾ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തു പറ്റിയാലും അതെല്ലാം നിന്നെ ബാധിക്കുന്ന മാതിരി നീ കരച്ചിലും കൂവിച്ചും രാത്രി കിടന്നുകൊണ്ടതും നീ ഓവർ ടെൻഷൻ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടല്ലേ നിനക്ക് ഇങ്ങനെ BP ഒക്കെ താഴ്വയും പ്രശ്നമൊക്കെ വരുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക. നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല യൂട്യൂബും ചാനലും ഫോൺ നോട്ടവും ഒന്നും. അതുകൊണ്ട് വേറെ 2 കടയിൽ ഈടെ പിള്ളേരെ ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞായിരുന്നു. ആരടക്ക ചേട്ടനും വന്ന് പറഞ്ഞായിരുന്നു. ഒരു കാര്യം ചെയ്യുക, രാവിലെ ഒരുങ്ങിക്കോ, എൻ്റെ കൂടെ പോരെ. വൈകിട്ട് തിരിച്ച് നമുക്ക് 2 പേർ കൂടെ ഒരുമിച്ച് വന്നാലും മതി. അതാകുമ്പം കടയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ നിന്നെ കൊണ്ട് ഒരു വക പ്രശ്നവും ഇല്ലായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. ഒരു അസുഖവും ഇല്ലായിരുന്നു, ഇത്രയും ഉണക്ക് പൊണ്ണത്തടി കൂടുന്നും ഇല്ലായിരുന്നു. ഇതിപ്പം തടി കൂടി എന്ന് പറഞ്ഞാൽ ഒന്നേ എനിക്ക് സമാധാനമില്ല. ഇതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടിട്ട് എനിക്ക് സമാധാനം തരികയില്ല. ഞാൻ പണി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കണ്ടേ, എനിക്ക് നേരം ഉറങ്ങണ്ടേ. നീ അന്നേരം ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ ചെയ്യും? അതുകൊണ്ട് യൂട്യൂബ് നിർത്തിയാൽ ഫോണിൽ പിന്നെ ഈ വിളിക്കാൻ മാത്രമുള്ള പൈസ ചെയ്താൽ മതി, നെറ്റൊന്നും ചെയ്യണ്ട. അപ്പം നീ അതിനകത്ത് കാണത്തില്ലല്ലോ എന്ന്. ഞാനാണിവിടെ TV ഓണാക്കുന്നത് പോലെയില്ല കേട്ടോ. എന്താ ചോദിച്ചാൽ എനിക്ക് ഈ ന്യൂസൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ചെറുതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ പൊന്നി ഭയങ്കരമായിട്ടും വിഷമമാവും. ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഓരോ വേദനകളിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് തരണം ചെയ്തിട്ടൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരു സമാധാനക്കേടാണ്. ഒരു എന്നാണോ അല്ലേ എൻ്റെ ദൈവമേ, ഇത്രമാത്രം ശരിക്കും ഉള്ളിനകത്തൊരു ഇതുപോലെ. എന്നിട്ട് രാവിലെ കുറേ നേരം തിരിഞ്ഞു മറിഞ്ഞു വന്നിട്ട് ഒന്നും എണീക്കാൻ പറ്റത്തില്ല, ഉറങ്ങാൻ പറ്റത്തില്ല. ലാസ്റ്റ് രാവിലെ എണീറ്റ് ചേട്ടായിക്ക് കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് കുളിക്കാൻ വെള്ളമെല്ലാം ചൂടാക്കി കൊടുത്ത് ഒരു വിധത്തിൽ വിട്ടു. ഒന്നും കഴിക്കുന്നൊന്നുമില്ല ചേട്ടായി. ലാസ്റ്റ് ഞാൻ എണീറ്റ് ഇച്ചിരി നേരം ഇരുന്നപ്പോഴൊക്കെ എനിക്ക് തല കിറുങ്ങുമോ ഒരു അസ്വസ്ഥത. ഉറക്കവും ശരിയാകുന്നില്ല. ഉറക്കം ശരിയായില്ലേ നമുക്ക് ഭയങ്കര ഇതാവട്ടോ. സത്യമായിട്ട് എനിക്ക് ഉറക്കം ശരിയായില്ലേ ഭയങ്കരമായിട്ട് തലക്കിതാവും. ഞാൻ പോയി ഇച്ചിരി നേരം കേൾക്കണം, നോക്കിയിട്ട് രക്ഷയില്ല. പിന്നെ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഇപ്പം ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. BP ഇതായിരുന്നു, ആവശ്യമില്ലാത്ത ടെൻഷനാണ്. എന്തിനാ ഈ ഓവർ ടെൻഷൻ എടുത്ത് വെക്കുന്നത് ചോദിച്ചു കേട്ടോ ഡോക്ടർ. എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു വേദനയൊക്കെ മാറാൻ വേണ്ടി. ഈ ഒരു സൈഡ് ഫുള്ള് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയാണ്, എന്നാണെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഒരു ഇഞ്ചക്ഷനും എടുത്തു. ഇപ്പം എന്നാണോ ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കി മരുന്ന് ഇതാവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ. സമയം 1 മണിയായി.
അയ്യോ, ഇന്നലെ അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. ഇന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്ന ഒരു മൂടല്ല. എണീറ്റ് നടന്ന് ചെയ്യാനുള്ള ഒരു ഊരില്ലാത്ത പോലെ. എന്നെ ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമേ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമവും സങ്കടവും തോന്നും കേട്ടോ. എന്നതായി നടക്കുന്നതെന്ന് എൻ്റെ ദൈവം തമ്പുരാനെ. ജീവിതത്തിലേ അയ്യോ ശരിക്കും ഒരു കലികാലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും വല്ല ഇതെല്ലാം ഭൂമി കുരുക്കോ വല്ല ഇതെല്ലാം കൂടെ വന്ന് എല്ലാം കൂടെ അങ്ങോട്ട് തീർന്നേക്കണം അല്ലേ. ഒരെണ്ണം പോലും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ബാക്കി ബാലൻസ് അനുഭവിക്കണ്ട. കുറച്ച് അവിടെ പോയി ഇവിടെ പോയി. സത്യം പറഞ്ഞാൽ ഈ എന്തോ ബൈബിളിനകത്തും രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം കഴിയുമ്പോൾ ഇതെല്ലാം തീർന്ന് നശിച്ച് മൊത്തം പോയിട്ട് പിന്നെ ഒന്നേന്നായി വരും എന്നല്ലേ. എന്ന് പറഞ്ഞവർക്ക് തീമഴ പെയ്യും, അങ്ങനെ എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞവർക്ക് എല്ലാം തീരേണ്ട സമയം കൊണ്ടായെന്ന് തോന്നുന്നു. അല്ല ഇങ്ങനെ ആവത്തില്ല. ഇത്രയും ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോഴത്തേന് തന്നെ എനിക്ക് വീണ്ടും വരുന്നുണ്ടല്ലോ ഇവിടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരുന്ന്, അത് ഈ BP കുറയുമ്പോഴാണ് കണ്ണിങ്ങനെ ഇരുന്ന് തുള്ളും, സൈഡ് ഇരുന്ന് വിറയ്ക്കും. അപ്പോൾ വീണ്ടും എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഇതാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. ഇങ്ങനത്തെ വാർത്തകളും കാര്യങ്ങളൊന്നും കാണാൻ ഇങ്ങനൊന്നും ഉണ്ടാകാതെ നടക്കാതെ ഇരിക്കട്ടല്ലേ. അല്ലേ നമ്മളിങ്ങനെ വരുമ്പോൾ വീണ്ടും കാണില്ലേ. അതാണ് ഒരു പ്രശ്നം. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്കാണെങ്കിൽ പനിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. കുറവുണ്ട് ഇപ്പം കുഴപ്പമില്ല. എന്നാലും എന്നിട്ട് പോലും എനിക്ക് കയറി പോകാൻ പോലും ഒന്നും പറ്റില്ല. അതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത്. അമ്മയുടെ അടുത്തോട്ട് എന്നേലും ഒരു തൊട്ടെങ്കിൽ എനിക്ക് അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ പകുതി. എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇന്നലെ സന്തോഷിൻ്റെ സിന്ധുവിനെ വിളിച്ച് ഇപ്പം അങ്ങോട്ടൊക്കെ എല്ലായിടത്തും കയറിപ്പോട്ട് ഒത്തിരി ദിവസമായി. കുട്ടാനോടെയൊക്കെ പോട്ട് കുട്ടായി നിന്നാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ വലിയ ആരെയും ഫോൺ വിളിയും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ആവശ്യത്തിന് മാത്രമേ എന്തെങ്കിലും ഇതുകൊണ്ടല്ലേ ഞാൻ ഫോണും വിളിക്കത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് എല്ലാ ദിവസവും വിശേഷ വിവരങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം കൂട്ടാനെ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ നമ്പർ വേണമായിരുന്നു. അപ്പോൾ അതിന് വിളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വിളിക്കും. അപ്പോൾ അമ്മ ഓക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷെ അമ്മയുടെ അടുത്ത് നിന്ന് പോകാത്തതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് മാതാവിൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോകുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഓക്കെയാണ് എൻ്റെ ദൈവമേ. ഇപ്പം ചേട്ടായി പറഞ്ഞ മാതിരി തന്നെ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. യൂട്യൂബും ഒക്കെ നിർത്തി വല്ല കടയിലും പഴയ ഇവിടെ തന്നെ പോകണമെന്ന് തോന്നുന്നത്. അതാകുമ്പോൾ രാവിലെ ഒരുങ്ങിക്കെട്ടി പോയി കഴിഞ്ഞാൽ വൈകിട്ട് 7:30 ആകുമ്പോൾ അല്ലെങ്കിൽ 6:30 ആകുമ്പോഴേ വീട്ടിൽ വന്ന് കയറുള്ളൂ. പിന്നെ നമുക്ക് ഇതാവും പെട്ടെന്ന് പണിയെല്ലാം തീർക്കാനുള്ള സമയം. ഇതിപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നു. വീഡിയോയുടെ പണിയുണ്ട്, കാര്യങ്ങളുണ്ട്, വീട്ടിലെ പണികളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് സമയം കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ വേണ്ടാത്ത ഇതെല്ലാം കൂടി ഇങ്ങനെ തലയിലോട്ട് കയറ്റുമ്പോഴാണ് തോന്നുന്നു നമുക്ക് പ്രശ്നം. ചേട്ടായി പറഞ്ഞ നമുക്ക് ചെയ്യണം, യൂട്യൂബ് നിർത്തണം. എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇട്ടുതരാം കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു വലിയ വീഡിയോയും കാര്യങ്ങളും ഒന്നുമല്ല. ഞാനിങ്ങനെ ചിന്തനം നിങ്ങളുമായിട്ടിരുന്ന് സംസാരിച്ചു. എന്തായാലും 9 മണിക്ക് കുറേ പേര് നോക്കിയിരിക്കും. ഇന്നത്തെ ഇതിനകത്ത് വാട്സപ്പിനകത്ത് വന്നിട്ടുണ്ട് എന്നാ പറ്റി സിന്ധുമേ എന്നാ വലിയ വീഡിയോ ഇല്ലാത്തതെന്ന്. അപ്പം എന്തായാലും അടുത്ത് എന്നാ പറയുന്നത്, നിങ്ങൾ പറ ഞാൻ എന്നെ ചെയ്യേണ്ടതെന്ന് കേട്ടോ. കടയിൽ പോകണോ അതോ യൂട്യൂബ് കൊണ്ട് തന്നെ മുമ്പോട്ട് പോയാൽ മതിയോ, എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വലിയൊരു വീഡിയോ ഒന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിത് ആരെയും വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും ഒന്നുമല്ല. എന്നാലും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള മക്കളും ഇങ്ങനെയുള്ള പേരൻസും എന്നാ പറയുന്നത് ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് പോകാനുള്ള മനസ്സ് അവളുടെ ഒരു ഭയങ്കരം തന്നെ. എൻ്റെ പൊന്നു മാതാവേ. അല്ല ഇപ്പോൾ കാണുന്ന മൊത്തം കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കൊല്ലുന്നു. എനിക്കറിയത്തില്ല. അതൊക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ മൈൻഡ് പോവും. ഇനി പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ഒന്നുകൂടെ BP കൂടും, വില കുറയും. അതുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ.